ജംഷഡ്പൂരിനെതിരായിട്ടുള്ള ആദ്യ ഗോളിൽ യോക്കയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാതിരിക്കാനാവില്ല. 11-ാം മിനിറ്റിൽ സഹീഫ് പന്തെടുത്ത് മുൻപിലേക്ക്, അവിടെ നിന്ന് ലെഫ്റ്റ് വിംഗർ കെവിൻ യോക്കിലേക്ക് പാസ് നൽകുന്നു. അണ്ടർ പ്രഷറിൽ അദ്ദേഹം പാസ് സ്വീകരിച്ച് പ്രഷറിനെ അതിജീവിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. ഇതേ സമയം ഫുൾ ബാക്ക് ഒഴിച്ചിട്ട സ്പേസിലേക്ക് കരീം ബെനാരിഫിന്റെ ഒരു ഇന്റലിജന്റ് ഓഫ് ദി ബോൾ റൺ അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കെവിൻ യോക്കിന് സാധിക്കുന്നു. ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ ശ്രമിച്ച് JFC പരാജയപ്പെടുന്നു. ലെഫ്റ്റ് വിംഗിലെ ഫ്രീ സ്പേസിലേക്ക് കരീം ബെനാരിഫിന് പാസ് വരുന്നു. ജംഷഡ്പൂർ റൈറ്റ് ബാക്ക് ട്രാക്ക് ബാക്ക് ചെയ്തു ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ ക്വാളിറ്റി ടച്ചിൽ ആ താരത്തെ കരീം ബെനാരിഫ് ബീറ്റ് ചെയ്യുന്നു. നിഹാലിന്റെ ടൈംലി കമ്മ്യൂണിക്കേഷൻ, കൃത്യം ബെനാരിഫ് ഡ്രിബിൾ ചെയ്ത് തല ഉയർത്തി നോക്കുന്ന പോയിന്റിൽ തന്നെ നിഹാൽ കൈയുയർത്തി ക്രോസിനായി ആംഗ്യം കാണിക്കുന്നു. ബെനാരിഫിന്റെ ഒരു പെർഫെക്റ്റ് വെയിറ്റഡ് ഡെലിവറി എന്ന് തന്നെ പറയാം. ഡിഫൻഡറിന്റെ മുമ്പിലേക്ക് കയറി നിന്ന് നിഹാൽ അത് ഹെഡ് ചെയ്യുന്നു. ആ ഹെഡറിന് കൈയടി നൽകിയ മതിയോ. ഗോൾ കീപ്പർക്ക് ഒരു ചാൻസ് നൽകാതെയാണ് റൈറ്റ് കോർണറിലേക്ക് ബോൾ പോയത്. ഈ സീസണിൽ ഒന്നുമല്ലാതിരുന്ന ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെയോ ആണെന്ന് തോന്നിപ്പിച്ച ഒരു പ്രകടനം.